നമസ്കാരം. ഞാൻ ഇന്ന് 3 നമ്പേഴ്സിന്റെ 1, 2, 3 ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ റീഡിംഗ് എടുക്കാൻ പോകുന്നത്. ഏഞ്ചൽ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത്. അതിനു മുമ്പ് നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാൻ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനെ ആളുകൾ താഴേക്ക് പോകാൻ കഴിയുന്നു. ഭഗവാനെ എന്താണ് ഇവരോട് പറയാനുള്ളത്? ഒരു ചേഞ്ച് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. വേറെ ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിത റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. വേറെ 2 കാർഡും കൂടെ വന്നിട്ടുണ്ട്. കർമ്മഫലത്തിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ ഫലമാണ്. അത് നല്ലതായാലും ചീത്തയായാലും അതാണ് നിങ്ങളിപ്പോ അനുഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങള് സമയമാകാത്തത് കൊണ്ടായിരിക്കാം എന്റെ പ്രാർത്ഥനകള് കേൾക്കാതിരിക്കുന്നതെന്ന് വിചാരിച്ചിരുന്ന ആ പ്രാർത്ഥനകള് ഇപ്പോ കേൾക്കും. അതിനെല്ലാം ഉത്തരം വരും. അതുപോലെ നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹം ദൈവത്തിനോട് പ്രകടിപ്പിച്ചത് അതെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. നിങ്ങൾ വേണ്ട എനിക്ക് കിട്ടില്ലായിരിക്കും പോട്ടെ എന്ന് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ 3 തരം ആളുകളുടെ റീഡിംഗ് ആണ് നമ്മളവിടെ ഓറക്കിൾ മെസ്സേജസ് ആണ് നമ്മൾ കണ്ടത്. ഇനി ഞാനിങ്ങനെ ആക്കി വെച്ചേക്കുക. 1, 2, 3 ഇതിലെ നമ്പർ സെലക്ട് ചെയ്തോളൂ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. 1ാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ 1ാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ ബന്ധത്തിനെ കുറിച്ച് ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത്? ഏഞ്ചൽസ് എന്താണ് പറയാനുള്ളത്? ചിൽഡ്രൻ, ഹണിമൂൺ. ഇത് 2ാം വിവാഹമോ എന്തെങ്കിലും ആണോ? നിങ്ങളെ ചിലപ്പോ ഇത് ആദ്യത്തെ റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. പല റിലേഷൻഷിപ്പിലും വളരെ അവഗണനയും വേദനയൊക്കെ അനുഭവിച്ചിട്ട് വന്ന് കയറിയിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത്. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ വിവാഹത്തില് കുട്ടികളൊക്കെ ഉള്ളവരായിരിക്കും. ചിലപ്പോ 2 പേർക്കും കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും കുട്ടികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്തായാലും എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ വിവാഹം കഴിഞ്ഞ് നിങ്ങൾ ചിലരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ഹണിമൂണിനൊക്കെ പോകാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പൊ കുട്ടികളുടെ കാര്യത്തില് എല്ലാം ഒരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പോ പാസ്റ്റിൽ നിങ്ങൾക്ക് കുറെ എന്താ പറയാ ചീത്ത അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഈ ബന്ധവും ട്രസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പോട്ടെ നമുക്ക് കാണാം, ഇപ്പൊ ഹണിമൂണല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി നമുക്ക് കാണാം എന്താണ്, എന്റെ കുട്ടികളെയൊക്കെ നന്നായിട്ട് നോക്കുമെന്ന് നോക്കട്ടെ എന്നൊരു മനസ്സിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ ഓപ്പൺ മൈൻഡ് വെക്കുക. എല്ലാവരും ഒരേ സ്വഭാവക്കാരല്ല. നിങ്ങളുടെ പാസ്റ്റിലുള്ളവർ ചീത്ത സ്വഭാവമായിരുന്നെങ്കിൽ ഇനി വരുന്ന ആള് നല്ലതായിരിക്കാം. ചിലപ്പോ അയാൾക്ക് ഒരു ചാൻസ് കൊടുക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മനസ്സ് തുറന്നു വെക്കുക, നല്ലത് വരാൻ ആഗ്രഹിക്കുക, നല്ലത് കൊടുക്കുക, അപ്പൊ നല്ലത് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോ ഇപ്പൊ നിങ്ങളുടെ ബന്ധത്തില് ഇപ്പൊ ഒരു ഹണിമൂൺ പീരീഡിലായിരിക്കാം. അപ്പൊ നിങ്ങൾ കുറച്ചൊരു ടെൻഷൻ ഉണ്ട്. എങ്ങനെയാണ് ഇനി മുമ്പോട്ടുള്ള ജീവിതം? യൂണിവേഴ്സ് പറയുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുക. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ വരും. നിങ്ങളുടെ പാസ്റ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണെന്നാണ് പറയുന്നത്. ട്രസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. വിശ്വസിക്കുക കേട്ടോ. നല്ലത് വരും എന്ന് വിശ്വസിക്കുമ്പോൾ നല്ലത് വരും. പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞത്. അതാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. എല്ലായ്പ്പോഴും ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭാരം പിന്നെയും നമ്മൾ മനസ്സിൽ ചുമന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അത് വിട്ടുകളയണം കേട്ടോ. അപ്പോ ഇനി 2ാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽ മെസ്സേജസ് ആണ്. ശരിക്കുള്ള മെസ്സേജ് തരണേ.
ഇതൊരു പാസ്റ്റ് റിലേഷൻഷിപ്പ് റീകൺസൈൽ ആയിട്ട് വന്നേക്കാണെന്നാണ് പറയുന്നത്. ഒരു പാസ്റ്റിലുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വേണ്ടാന്ന് വെച്ച് എന്തോ ഒരു പ്രശ്നം കൊണ്ട് രണ്ടുപേരും ഭയങ്കര കെമിസ്ട്രി ആയിരുന്നു നിങ്ങൾ തമ്മില്. അപ്പോ നിങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു, വളരെ നല്ല കെമിസ്ട്രി ആയിരുന്നു. പക്ഷെ ഇടയ്ക്ക് എന്തോ പ്രശ്നം വന്നത് കൊണ്ട് രണ്ടുപേരും തമ്മിൽ അകന്നിരുന്നു. പക്ഷെ അതൊരു റീകൺസിലിയേഷൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട്. മനസ്സിലായി? ഈ റിലേഷൻഷിപ്പ് ഒരു കോ ഡിപ്പെൻഡൻസി ആണ്. അപ്പൊ കൂടുതൽ പൊസസീവ്നെസ്സും കൂടുതൽ അസൂയ, സംശയം എല്ലാം ഇതിനകത്ത് വരും. അപ്പൊ ഒരാളെ അള്ളിപ്പിടിക്കുന്ന പോലത്തെ ഒരു ഉടുമ്പ് പിടിച്ച പോലെയാണ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണ്. കുറച്ച് ഫ്രീഡം കൊടുക്കണം മറ്റേ ആൾക്ക്, മറ്റേ ആളെ ആവശ്യമില്ലാതെ സംശയിക്കരുതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളൊരു റീകൺസിലിയേഷനിലേക്ക് വരുമ്പോൾ പാസ്റ്റില് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകരുത്. അത് പറഞ്ഞ് സോൾവ് ചെയ്ത് അത് അവിടെ വിട്ടേക്കുക. കഴിഞ്ഞ കാര്യങ്ങൾ മറന്നേക്കുക. മനസ്സിലായോ? ഈ വ്യക്തി നിങ്ങളോട് ഇങ്ങനെ പെരുമാറി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത് എന്നൊക്കെ പറഞ്ഞാൽ അത് വേണ്ട. നമ്മൾ നേരത്തെ നമ്മുടെ ബന്ധത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് ഓർത്തോണ്ടിരിക്കേണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ ഈ റീകൺസിലിയേഷനിലെ കാര്യമില്ല, അത് വെറുതെ വേസ്റ്റ് ആണ്. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളൊരു റീകൺസിലിയേഷനിലേക്ക് പോകുമ്പോൾ പാസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്ലേറ്റ് തുടച്ചു നീക്കി അത് തുടച്ചു കളഞ്ഞ് അത് ഫ്രഷ് ആക്കി വെക്കുക. ഇനി പുതിയ ചാപ്റ്റേഴ്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പുതിയ ചാപ്റ്റേഴ്സ് ആണ് സ്ലേറ്റിൽ എഴുതേണ്ടത്. അപ്പൊ പഴയതൊക്കെ മറക്കണമെന്നാണ് പറയുന്നത്. ഒരു റീകൺസിലിയേഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റിലെ ഒരാൾ, നിങ്ങൾ ഭയങ്കര സ്നേഹമായിട്ട് ഇരുന്നവരാണ്, എന്തോ ഒരു കാര്യം കൊണ്ട് അകന്നതാണ്. അപ്പൊ രണ്ടുപേർക്കും റിലേഷൻഷിപ്പ് വിട്ടു പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ റീകൺസിലിയേഷൻ വരുന്നത്. അപ്പൊ റീകൺസിലിയേഷൻ വരുമ്പോൾ കുറച്ചും കൂടെ ഫ്രീഡം കൊടുക്കണം രണ്ടുപേർക്കും. അത്രയും അങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്യണ്ട എന്നാണ് പറയുന്നത്. പിന്നെ പാസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ട് കളഞ്ഞേക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള അവസാനം നമ്മൾ നോക്കുന്ന ഏഞ്ചൽ മെസ്സേജ്. ഭഗവാനെ, ഏഞ്ചൽ മെസ്സേജസ് നോക്കുമ്പോൾ ഞാൻ ഭഗവാനെ എന്ന് വിളിക്കുന്നത് എന്റെ വായിൽ അങ്ങനെ വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കറക്റ്റ് ആയ മെസ്സേജ് തരുന്നു. കറക്റ്റ് ആയ മെസ്സേജ് തരുന്നു. Attraction, codependency, ഇവിടെ ഈ ബന്ധത്തിൽ കുറെ അഡിക്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ പബ്ബിൽ വെച്ച് പരിചയപ്പെട്ടതായിരിക്കാം, എവിടെയോ ഒരു എന്റർടൈൻമെന്റിന്റെ കാര്യത്തിന് പോകുമ്പോഴാണ്. അപ്പോൾ നല്ലോണം വെള്ളം അടിക്കുന്ന അല്ലെങ്കിൽ നല്ലോണം സിഗരറ്റ് വലിക്കുന്ന അങ്ങനത്തെ ഒരു ബന്ധം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ രണ്ടുപേർക്കും കുറെ അഡിക്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, ഒരു അട്രാക്ഷൻ ഉണ്ട്. രണ്ടുപേരും ഒരേപോലെ ജീവിതം ആസ്വദിക്കാൻ ശ്രമിക്കുന്ന രണ്ടുപേരാണ്. അപ്പൊ അതിന്റെ ഒരു അട്രാക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്. പക്ഷേ കുറച്ചൊരു നെഗറ്റീവ് ചിന്തകളും ഇതിനകത്ത് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ രണ്ടുപേര് ഒരേ സ്വഭാവമുള്ള രണ്ടുപേര് തമ്മില്, ഇത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും, ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് വന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പോൾ ഉള്ളത് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗേൾ ഫ്രണ്ടിനോടോ ബോയ് ഫ്രണ്ടിനോടോ പറയാത്ത പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് പങ്കുവെക്കും. അപ്പൊ അവിടെ നിന്ന് ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതെല്ലാം അവർക്ക് അറിയാം. അവർക്ക് A to Z അറിയാം. നമുക്ക് അവരിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സംശയം വരും, ഇവന്റെ സ്വഭാവം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇവളുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഇനി മാറുമോ, റിലേഷൻഷിപ്പിലേക്ക് കയറിയ പണിയാവുമോ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് റിലേഷൻഷിപ്പിലേക്ക് കയറിയ ആൾക്കാരാവുമ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ട്. ഈ വ്യക്തി ചിലപ്പം നമുക്ക് പല ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സിനോടുള്ള അട്രാക്ഷൻ ഒക്കെ നമ്മൾ ഫ്രണ്ട്സിനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഓർത്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഫ്യൂച്ചറിൽ ഇവന്റെ ഈ സ്വഭാവം അല്ലെങ്കിൽ ഇവളുടെ ഈ സ്വഭാവം മാറിയില്ലെങ്കിൽ പണിയാകുമോ എന്നൊരു ടെൻഷൻ ഉണ്ട്. എന്തായാലും നിങ്ങൾ എൻഗേജ്മെന്റിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ആദി കൂടുകയാണ്. ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് എനിക്കൊരു പണിയാകുമോ എന്നൊരു ടെൻഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർത്തിട്ട് ഇതെല്ലാം എല്ലാ റീഡിങ്ങിലും നമ്മൾ കണ്ടത് പാസ്റ്റിനെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നതായിട്ടാണ്.
അല്ലെ? നമ്മൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നമ്മളൊരു എല്ലാ റിലേഷൻഷിപ്പും ഒരു കോൺട്രാക്ട് പോലെയാണ്. അതിനകത്ത് ക്ലോസസ് ഉണ്ട്, ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യില്ല. ഫ്രണ്ട്സും കൂടി ചേരുമ്പോൾ പല കാര്യങ്ങളും ചെയ്യും, പല കാര്യങ്ങളും സംസാരിക്കും. ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അതൊരു വിവാഹത്തിലേക്ക് പോകുമ്പോ നമ്മള് അവിടെ ഒരു ലൈൻ വരയ്ക്കും. ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ആ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളിപ്പോ. അപ്പൊ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ അത് തുറന്ന് സംസാരിക്കുക. മനസ്സിലായി? അല്ലെങ്കിൽ സംശയം വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. ഫ്രണ്ട്സ് തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ പറഞ്ഞാൽ മതി, കാര്യങ്ങൾ പറഞ്ഞു തോട്ടെ. നിന്റെ ഈ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഈ സ്വഭാവം ചെയ്യില്ല. അപ്പൊ നമുക്ക് നല്ലൊരു പുതിയൊരു റിലേഷൻഷിപ്പ് തുടങ്ങാം, പുതിയൊരു കണക്ഷൻ തുടങ്ങാം ഇവിടെ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ തുറന്ന് പറയാതെ മനസ്സിൽ വെച്ചാലും ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ മനസ്സിലൊരു കരടായിട്ട് കിടക്കും. ഇത് സംസാരിച്ച് സോർട്ട് ചെയ്തിട്ട് ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ എൻഗേജ്മെന്റിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് പറയുന്നത്. കാരണം അതോടെ നിങ്ങളുടെ മനസ്സ് ഫ്രീ ആവും. അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ എന്തായാലും ഒരു ഓപ്പൺ മൈൻഡ് വെക്കണമെന്ന് പറയുന്നുണ്ട്. പഴയ കാര്യങ്ങള് അങ്ങനെ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞാലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് വന്നാലും പഴയ സ്വഭാവം ആകുമോ എന്നൊരു ടെൻഷൻ വേണ്ട. അത് പറഞ്ഞ് സോർട്ട് ചെയ്യണം. എൻഗേജ്മെന്റിന് മുമ്പ് പറഞ്ഞ് സോർട്ട് ചെയ്യണമെന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. താങ്ക് യു.